കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദം കഥാകെ മാറി മറിയോട്ടെ. ഇപ്പൊ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മുടെ പ്രിയമോളുടെ അടുക്കൽ ഉള്ളത് നമ്മുടെ പ്രിയമോളുടെ ശരിക്കും കുഞ്ഞല്ല. ഗോവിന്ദന് ഓർമ്മയുണ്ട്, പ്രിയമോൾ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗോവിന്ദന്റെ അടുത്ത് കൊടുത്തപ്പോൾ ഗോവിന്ദ് ആദ്യം ശ്രദ്ധിച്ചത് ആ ഒരു മറുകാർന്നു, കുഞ്ഞിന്റെ ചെവിയുടെ പുറകിലുണ്ടായിരുന്ന ഒരു മറുകാർന്നു. അപ്പൊ ഇപ്പോഴത്തെ കുഞ്ഞിന് ആ ഒരു മറുകില്ല എന്ന് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അടിവാരിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല, അത് സാറിന് തോന്നലായിരിക്കാം, സാർ അത് മനസ്സുകൊണ്ട് വിചാരിച്ചു വെച്ചതായിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് 100% ഉറപ്പാണ്, ഞാനത് ശ്രദ്ധിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാകുന്നത് നമ്മുടെ ഗീതു ഈ ഒരു തെറാപ്പി, നമ്മുടെ ഉണ്ണിക്കണ്ണന് കൊടുത്ത തെറാപ്പി വേറൊരു കൊച്ച് രാമു എന്ന് പറഞ്ഞൊരു കുഞ്ഞു വാവയ്ക്കും കൂടി കൊടുത്തായിരുന്നല്ലോ, ആ കുഞ്ഞു വാവയായിട്ട് മാറിപ്പോയിരിക്കുക. ശരിക്കും രാമു ആണ് നമ്മുടെ പ്രിയയുടെ കുഞ്ഞിട്ടോ. അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കി ആ ഒരു രാമുവിന്റെ കുഞ്ഞിന്റെ രാമുവിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഇല്ല, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾ ഒരിക്കലും വിട്ടുതരില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, കുഞ്ഞ് മാറിപ്പോയത്, ഞങ്ങൾ എന്തെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിൽ കള്ളം പറയണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാമുവിന്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ കൊച്ചിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവും, അതായിരിക്കും എൻ്റെ കൊച്ചിനെ വേണമെന്നും പറഞ്ഞ് നിങ്ങൾ വാശി പിടിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ എന്ത് ചെയ്യും എന്നറിയാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി ഈ കുഞ്ഞിനെ എങ്ങനെ നമ്മുടെ പ്രിയയുടെ കുഞ്ഞിനെ, യഥാർത്ഥ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരും? ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവരും സമ്മതിക്കില്ല കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ. നമ്മുടെ ഗോവിന്ദൻ ഗീതു ആണെങ്കിൽ അവരും കട്ട വാശിയിലാണ് കുഞ്ഞിനെ വേണം എന്ന് തന്നെ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ രാമുവും നമ്മുടെ ഉണ്ണിക്കണ്ണനും തമ്മിൽ മാറിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ പ്രിയയുടെ കുഞ്ഞിനെ തിരികെ ഇനി എങ്ങനെ നമ്മുടെ പ്രിയക്കരികിൽ എത്തിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.